മൂന്നാം സ്ഥലം. ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കല്ലുകൾ നിറഞ്ഞ വഴി, ഭാരമുള്ള കുരിശ്, ക്ഷീണിച്ച ശരീരം, വിറയ്ക്കുന്ന കാലുകൾ. അവിടുന്ന് മുഖം കുത്തി നിലത്ത് വീഴുന്നു. മുട്ടുകൾ പൊട്ടി രക്തമൊലിക്കുന്നു. യൂതന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു. പട്ടാളക്കാർ അടിക്കുന്നു. ജനക്കൂട്ടം ആർപ്പ് വിളിക്കുന്നു. അവിടുന്ന് മിണ്ടുന്നില്ല. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കെണികൾ വെച്ചു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി. എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടി ഒളിക്കുവാൻ ഇടമില്ല. എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല. അവിടുന്ന് നമ്മുടെ ഭാരം ചുമക്കുന്നു. നമുക്ക് വേണ്ടി അവിടുന്ന് സഹിച്ചു. കർത്താവെ, ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട്. പലപ്പോഴും കുരിശോടുകൂടെ ഞാനും നിലത്ത് വീണു പോകുന്നു. മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എൻ്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കർത്താവെ, എനിക്ക് വീഴ്ചകളുണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. തന്നേക്കാൾ ഭാരമുള്ള കുരിശും ചുമന്ന് നീങ്ങുന്ന ക്രൂശിതൻ്റെ ഓരോ വീഴ്ചയും മുഖം കുത്തിയുള്ള വീഴ്ചയാണ്. അവൻ്റെ സഹനങ്ങളൊക്കെ അവൻ ദൈവത്തിൻ്റെ മഹത്വത്തിനും മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കുമായി സമർപ്പിച്ചു. വേദനയുടെ ആഴങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവൻ നിന്റെ പാപത്തിന് പരിഹാരം ചെയ്യുകയായിരുന്നു. ഓരോ വീഴ്ചയുടെ കാഠിന്യവും അവൻ്റെ ശരീരത്തിലേക്ക് വേദനയാൽ ആഴ്ന്നിറങ്ങുമ്പോൾ അവൻ സഹിച്ചത് മുഴുവൻ നിന്റെ പാപത്തിനുള്ള പരിഹാരമായിരുന്നു. ഇനിയും പാപാന്തകാരത്തിൽ ജീവിച്ച് അവൻ്റെ വേദനയുടെ ആഴം കൂട്ടിക്കൊടുക്കണമോ?